സ്വാശ്രയം ആഹാ കേൾക്കുമ്പോൾ തന്നെ എത്ര സംഗീതാത്മകം. സ്വന്തം വിദ്യാലയം അടിച്ചു തകർക്കാൻ വിദ്യാർത്ഥിയെ പേരിപ്പിക്കുന്ന ആസുരകാലത്തിൻ്റെ ബാക്കി പത്രം. മുമ്പൊക്കെ വിദ്യാർത്ഥിയുടെ സമരം തെരുവിലായിരുന്നു. ഇന്നത് സ്വന്തം വിദ്യാലയത്തോടായി മാറുന്നതിൻ്റെ കാരണം കണ്ടെത്തിയാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ ഇപ്പോൾ. എന്നാൽ ഇരുട്ടുകൊണ്ട് ഓട്ടയടിക്കുന്ന പതിവ് പൊറാട്ട് നാടകവുമായി ഈ ട്രൂപ്പ് മുന്നോട്ട് പോയാൽ നാടകാന്ത്യം ശോകമുഖമായിരിക്കും ഫലം. ഡോക്ടറും എഞ്ചിനീയറും മാത്രമുള്ള ലോകത്തെ സ്വപ്നം കാണുന്ന മനസ്സ് മാറിയാൽ 2 നില വീടും 6 ശമ്പളവും നേടാൻ ഏത് കച്ചവടത്തിനും കാശിറക്കുന്ന പ്രവണത മലയാളി അവസാനിപ്പിച്ചാൽ രക്ഷപ്പെടാൻ ഇനിയും സമയമുണ്ട്. സ്വന്തം കാര്യം സിന്ദാബാദ് വിളിക്കുന്നവർക്ക് ഇങ്ങനെ പോയാൽ അധികകാലം കാത്തിരിക്കേണ്ടി വരില്ല. നിങ്ങൾക്ക് വേണ്ടി പറയുന്നവരുടെ എണ്ണം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും തിമിരം, നമ്മൾക്കെല്ലാവർക്കും തിമിരം. മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. വിദ്യാർത്ഥി പരീക്ഷയ്ക്ക് കോപ്പി അടിക്കാൻ ശ്രമിച്ച് കോപ്പി അടിക്കുന്ന സമയത്ത് ഇൻവിജിലേറ്ററും യൂണിവേഴ്സിറ്റിയുടെ ഒബ്സർവറും കണ്ടുപിടിക്കപ്പെട്ടതാണ്. എന്നാൽ ആ വിദ്യാർത്ഥിയെ ഡീബാർ ചെയ്യുകയോ അതുമല്ലെങ്കിൽ ആ വിദ്യാർത്ഥിയെ മറ്റെന്തെങ്കിലും രീതിയിൽ പരീക്ഷ എഴുതണ്ട എന്ന് പറയുകയോ ഉണ്ടായിട്ടില്ല. കോപ്പി അടിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം തന്നെ, പരീക്ഷയുടെ ദിവസം തന്നെ റിപ്പോർട്ട് ചെയ്യണമെന്നാണ് യൂണിവേഴ്സിറ്റിയുടെ നിയമം പറയുന്നത്. അപ്പോൾ ഇതുവരെ ഇവിടുന്ന് റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു കുട്ടി കോപ്പി അടിച്ചതായിട്ട് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. இந்த சிஸ்டம் தான் சார் தப்புன்னு சொல்றேன் சார். என்கிட்ட ஸ்டாட்டிஸ்டிக்ஸ் இருக்கு. இன்னைக்கு சூசைட்ல இந்தியா தான் சார் நம்பர் 1. ஒவ்வொரு 90 நிமிஷத்துக்கும் ஒரு ஸ்டூடெண்ட் தற்கொலைக்கு முயற்சி பண்ணிட்டு இருக்கான் சார். சார் இங்க நோயிலையோ விபத்துலையோ சாகிற ஸ்டூடெண்ட்ஸை விட തർക്കൊലയിലെ സാഗര സ്റ്റുഡൻസ് സാർ ജാസ്തി. ഈ മോനല്ലേ ഞാൻ പ്രസവിച്ച എൻ്റെ മോനല്ലേ, ഇത് ഇത്രയോ നല്ല മോനല്ലേ. പുത്രൻ ബലി വഴിയേ പോകുമ്പോൾ മാതൃവിലാപത്താരാട്ടിൽ മിഴിപൂട്ടി മയങ്ങും ബാല്യം കണ്ണിൽ പെരുമഴയായി പെയ്തൊഴിവതു കാണാം. പുത്രൻ ബലി വഴിയേ പോകുമ്പോൾ മാതൃവിലാപത്താരാട്ടിൽ മിഴിപൂട്ടി മയങ്ങും ബാല്യം കണ്ണിൽ പെരുമഴയായി പെയ്തൊഴിവതു കാണാം. போஸ்ட்மார்ட்டம் ரிப்போர்ட்ல சாவுக்கு என்ன காரணம் சொல்றாங்க தெரியுமா சார்? இன்டென்ஸ் பிரஷர் ஆன் விண்ட் பைப் ரிசல்ட்டிங் இன் choking. இங்க பிரஷர் ஏற்பட்டதுனால அவன் செத்துறான்னு சொல்றாங்க. அதே 4 வருஷம் இங்க பிரஷர் இருந்துச்சு. அது யாருக்கா தெரியுமா சார்? அது ஏன் சார் ரிப்போர்ட்ல வரல? இந்த இன்ஜினியருங்க எல்லாத்துக்கும் மிஷினை கண்டுபிடிக்கிறாங்க. இந்த பிரஷர் அளக்க ஒரு மிஷினை கண்டுபிடிச்சிருந்தா இந்நேரம் எல்லாருக்கும் தெரிஞ்சிருக்கும் இது சூசைட் இல்ல, கொலை. കൊത്തിയുടയ്ക്കുക തിമിരക്കാഴ്ചകൾ സ്ഫടിക സരിതം പോലെ സുഹൃതം കാടുകരിച്ചു മറിഞ്ഞൊഴുകുന്നൊരു മാവേലിത്തറ കാണും വരെ നാം കൊത്തിയുടയ്ക്കുക കാഴ്ചകൾ. ഇടയൻ മുട്ടി വിളിക്കും കാലം കാക്കുക. കോളേജുകൾ വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ളതായിരുന്ന കാലം കഴിഞ്ഞു. They are now just business and we are not students anymore. അവർക്ക് ലാഭം ഉണ്ടാക്കാനുള്ള വെറും ഉപകരണങ്ങൾ മാത്രം. ഉമ്മൻചാണ്ടി എന്ന നേതാവിന് കണ്ടകശനി ഉണ്ടോയെന്നൊരു സംശയം. കാരണം ആരെയെങ്കിലും കണ്ടെന്ന് പറഞ്ഞാൽ കണ്ണിൽ കണ്ട കോടതിയും കമ്മീഷനുമെല്ലാം കയറിയിറങ്ങേണ്ട ഗതികേടാണ്. ആ തിരക്കിനിടയിൽ രാഷ്ട്രീയകാര്യ സമിതിയിൽ പങ്കെടുക്കാൻ പോലും നേരമില്ല. സർവത്ര ബിസി. തിരുവനന്തപുരം ഭാഷയിൽ പറഞ്ഞാൽ എല്ലാവരിൽ നിന്നും ഓടിത്തള്ളുക.
അദ്ദേഹത്തിൻ്റെ സൗകര്യത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അത് വെക്കുന്ന ദിവസം ഞാൻ ഉണ്ടെങ്കിൽ അത് കാര്യം നോക്കും. അദ്ദേഹത്തിൻ്റെ സൗകര്യമുള്ള തീയതിയിൽ രാഷ്ട്രീയകാര്യ സമിതി വിളിച്ചുകൂട്ടണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അല്ല, 14-ാം തീയതി യോഗം വിളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഉമ്മൻചാണ്ടി വരണമെന്നാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. അല്ല, 14-ാം തീയതി പുള്ളി അന്ന് വരുമോ എന്നുള്ള കാര്യത്തിൽ വരുമെന്നുള്ള ഉറപ്പില്ല. രാഷ്ട്രീയ സമിതിയിൽ പങ്കെടുക്കുന്നതിനെ കുറിച്ചിട്ട് അത് ഞാനിപ്പം പറഞ്ഞല്ലോ, പിന്നെ എപ്പോഴാണ് പിന്നെ ഡൽഹിയിലെ ചർച്ച അതിന് പോകുന്നെന്നുള്ളത് തീരുമാനിച്ചിട്ടില്ല. ICC സെക്രട്ടറി ശ്രീ മുകുൾ വാസനിക്ക് വിളിച്ചിരുന്നു. ഇന്ന് ഈ കാര്യത്തിൽ ബിസി ആയതുകൊണ്ട് എനിക്ക് പിന്നെ തിരിച്ച് കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയില്ല. A near miraculous escape. അതല്ല, ഒരു വ്യക്തി ഇതിനെ ഓരോരുത്തും വലിയ പ്രശ്നമല്ല, ഒരു വ്യക്തി പ്രശ്നമല്ല. അല്ല, അതിന് കുഴപ്പമില്ല. അദ്ദേഹത്തിന് എന്തെങ്കിലും കാരണവശാൽ അന്ന് വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു. പ്രഭാകര, ആ പഴയ പ്രഭാകരൻ തന്നെയാണോ ഈ സംസാരിക്കുന്നത്?